എല്ലാവർക്കും നമസ്കാരം. എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേൾഡ് വാറുകൾ, അതിനുശേഷം വന്നിട്ടുള്ള യുണൈറ്റഡ് നാഷൻസ് ഓർഗനൈസേഷൻസ്, അതുപോലെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് എന്നുള്ളത്. ഞാൻ അതിൻ്റെ ചരിത്രത്തിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ നിങ്ങൾക്ക് വേണ്ട, കേൾവിക്കാർക്ക് വേണ്ട അല്ലെങ്കിൽ അറിയേണ്ട കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അവിടെ സൂചിപ്പിക്കുന്നത്. എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആൾ ഇന്ത്യ ലെവലിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഉള്ള ഒരു സംവിധാനമാണ്. ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് അതിനപ്പുറത്തേക്ക് അതുപോലെ തന്നെയാണെന്നുള്ളതാണ്. ഒരാൾക്ക് ഇന്ത്യയിൽ ഒരു എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനാണ് ഉണ്ടാവേണ്ടത്. ഇപ്പോൾ നിങ്ങൾ തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെടാതെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യാനും ഇവിടെയും അതിന് സേവനം ലഭിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഒരു രജിസ്ട്രേഷനാണ് ഉണ്ടാകുക. ഒരു രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 14 വയസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ നടത്താം. പിന്നെ ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്തിൻ്റെയും അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫിൻ്റെയും കാര്യങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ച വിഷയത്തെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും അതിന് ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൺലൈനാണ് കേരളത്തിനകത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിന് 2016 ശേഷം എല്ലാ സംവിധാനങ്ങളും ഓൺലൈനായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വന്തം മൊബൈൽ ഫോണിൽ തന്നെ നടത്താൻ പറ്റുന്ന ഒരു സംവിധാനമാണ്. മൊബൈൽ ഫോൺ രജിസ്റ്റർ ചെയ്യാം, അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും കഫയിലോ അല്ലെങ്കിൽ മറ്റുള്ള അക്ഷയ സെൻറ്റർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയും പാസ്വേഡും ഉണ്ടാക്കേണ്ടതുണ്ട്. ഐഡിയും പാസ്വേഡും ഉണ്ടാക്കിയ ശേഷമാണ് നിങ്ങൾ അതിൽ സൈറ്റിന് ഇതിനകത്ത് കയറിയിട്ട് നിങ്ങളുടെ ഡാറ്റാ ബേസ് കയറ്റുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഐഡിയും പാസ്വേഡും നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാവണം. ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ ഫോണുകൾ കൂടി നമുക്ക് ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്തതെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചെറിയ ലിങ്ക്, അതായത് ID ക്രിയേഷൻ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തു. ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൻ്റെ ഡീറ്റെയിൽസും കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ അതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസിനെ കുറിച്ചിട്ട് അടുത്തൊരു ഇതിൽ പറയാം. തുടർന്ന് ഒരു അഡീഷണൽ സർട്ടിഫിക്കറ്റ് കയറ്റുന്നത് അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ പറയാം.